ആറളം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് സുഹൃതം എന്ന പേരിൽ വയോജന സംഗമം നടത്തിയത്. വയോജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഉന്നമനത്തിനായുള്ള വിവിധ പ്രവർത്തനങ്ങൾ വയോജന സംഗമത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികൾ, വയോജന വെൽഫെയർ കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് വയോജന സംഗമം എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സ ജോസ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ.സി. രാജു, ജോസ് സന്ധ്യാംകുളം, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബാലകൃഷ്ണൻ കല്യാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു യു.എസ്, യു.കെ. സുധാകരൻ, മിനി ദിനേശൻ, ഷീബ രവി, ജോർജ് ആലാമ്പള്ളി, ഇ.പി. മേരിക്കുട്ടി, വയോജന പ്രതിനിധി ടി.പി. വർഗീസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ ബീന തൈക്കണ്ടി സ്വാഗതം പറഞ്ഞു. ആസൂത്രണമായിട്ടാണ്, പരിശീലനം കഴിഞ്ഞിട്ടാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വയോജന സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. നമ്മളെല്ലാവരും വീടുകളിൽ നമ്മൾ സ്വസ്ഥമായിട്ട് വീടുകളിലിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ 60 വയസ്സ്. 60 വയസ്സെന്ന് പറഞ്ഞാൽ വെറും അക്കം മാത്രമാണ്. 60 എന്ന് പറയുന്നത് വെറും അക്കം മാത്രമാണ്. വയസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്. മനസ്സിൽ നമുക്ക് എത്ര ചെറിയ പിള്ളേരാണെങ്കിലും പ്രായമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, നമുക്ക് പ്രായമായതാണ്. പക്ഷെ എത്ര പ്രായമായവർക്കും മനസ്സിൽ നമുക്ക് പ്രായമില്ല, നമുക്ക് ഇനിയും ഇഷ്ടം പോലെ ജീവിക്കാൻ അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ സമയങ്ങളുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുവാണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകും. ആ ഒരു പ്രായത്തിൽ ഇപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും തന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ത്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.